ആ മോനെ ഞാനേ ഇന്നൊരു കാര്യം നോക്കിക്കൊണ്ടിരുന്നിട്ടോ. ഞാൻ പിന്നെ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയത് കാരണം നമുക്കൊരു റിവ്യൂ കിട്ടിയത് കണ്ടോ നീ. ഞാനത് സ്റ്റോറി ഇട്ടിരുന്നിട്ട് അതായത് ഈ കുട്ടിയാണ് എനിക്ക് റിവ്യൂ നൽകിയത്. കണ്ടോ നോക്കി, ഈ ഒരു ഐറ്റം എൻ്റെ ഒരു വാക്കിൻ്റെ പുറത്താണ് അത് പർച്ചേസ് ചെയ്തത്. ഞാൻ വേണമെന്ന് വായിച്ച് ചോദിക്കുക. എനിക്ക് എത്രയും ഇഷ്ടം എന്നോട് തന്നെ തോന്നിയ നിമിഷമാണ്. ഇത്രയും കംഫർട്ടബിൾ ഉണ്ടാക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്തായോടാണ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. ഇത് വാങ്ങാനുള്ള കാരണം ഇത്തായുടെ വാക്കുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതാ നോക്കി നിങ്ങൾ നോക്കി എഴുതിയേക്കുന്നുണ്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമായെന്നും ഈ ഡ്രസ്സ് അത്രയും അവർക്ക് കംഫർട്ടബിൾ ആയെന്നും പറഞ്ഞിട്ടാണ് ഈ മെസ്സേജ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇതിട്ടപ്പോഴും ആലോചിച്ചു കേട്ടോ, ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. മോളെ ഇത് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ, ഈ ഒരു ഇത്രയും നല്ലൊരു കമൻറ്റ് നമുക്ക് നൽകിയതിനും ഇത്രയും നല്ലൊരു റിവ്യൂ നൽകിയതിനും. അപ്പം അതുപോലത്തെ ഒരു ഐറ്റം കേട്ടോ ഇത്. എന്താ പറയുക, ജാക്കറ്റ് വരുന്ന ഒരു വെറൈറ്റി കോഡ് സെറ്റ്. നമുക്കൊന്നും അത് കണ്ടോ, പാക്കൊന്നും ബോറൊന്നും തരത്തില്ല, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്തുകൊണ്ട് പോവാം. ടീനേജ് പിള്ളേർക്കും ഇത് കണ്ടല്ലോ, ഈ മോക്ക് അത്യാവശ്യം വണ്ണം ഉണ്ട് കേട്ടോ, ആവറേജ് ഒരു വണ്ണമുള്ള ആളതാ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ കോഡ് സെറ്റ് ഇട്ടിട്ട് ഇത്രയും ഭംഗിയായി നിൽക്കുന്ന കണ്ടോ. അപ്പം മുഖം കാണിച്ചിട്ടില്ല പുള്ളിക്കാരി. അപ്പം ഒത്തിരി സന്തോഷം മോളെ, ഇങ്ങനെ നല്ലൊരു റിവ്യൂ നൽകിയേനെ കേട്ടോ. അപ്പം അതുപോലെ ടീനേജ് പിള്ളേർക്കും എന്നെപ്പോലുള്ളവർക്കും ഒക്കെ ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഡ് സെറ്റാണ്, മിസ്സാക്കണ്ട. 1080 മാത്രമേ ഇതിൻ്റെ പ്രൈസ് ഉള്ളൂ. 1080 ആണ്. ഇതൊരു ജാക്കറ്റ് സെപ്പറേറ്റ് ആണ്. പിന്നെ ഇതിനകത്ത് പോയിരിക്കുന്ന ഇത് കണ്ടോ, ഇതൊരു ബ്ലാക്ക് ബോട്ടവും അതിനോടൊപ്പം ഷോർട്ടായിട്ട് വരുന്ന ഇന്നറാട്ടോ. അത് പക്ഷേ ബോറൊന്നും വരുന്നില്ല. നമുക്കിങ്ങനെ ഈ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ബെൽറ്റൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ നിങ്ങൾ ബെൽറ്റ് കൂടെ ഒക്കെ വെയർ ചെയ്യാമെങ്കിൽ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് വേറൊരു കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും. അതും അല്ലെങ്കിൽ ഈ ജാക്കറ്റ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്തെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഡ്രസ്സിനോടൊപ്പം വെയർ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ഇതിനെ നിങ്ങൾക്ക് വെറൈറ്റി ആക്കി മാറ്റാൻ പറ്റും. മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോ. ഈ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വരുത്താം. വാഷിംഗ് പോസിബിളാണ്, ഇമ്പോർട്ടഡ് ആണ് മെറ്റീരിയൽ, കംപ്ലൈൻറ്റ് സിങ്കേജ് ഒന്നും ഉണ്ടാവില്ല. ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവരെയും കമൻറ്റ് കണ്ടോ, ഞാൻ എല്ലാം വായിക്കാറുണ്ട്. എല്ലാവരെയും വായിക്കുമ്പോൾ സന്തോഷം തോന്നും. ഇതിനെക്കാട്ടി നല്ലത് കൊണ്ടുവരണമെന്ന് ആഗ്രഹം തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനത്തെയൊക്കെ വെറൈറ്റി വീണ്ടും കൊണ്ടുവരുന്നത്. വെസ്റ്റേൺ ലുക്കിൽ എല്ലാവർക്കും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐറ്റം. ഇനി നമുക്ക് നെക്സ്റ്റ് കളർ കാണാം. അടുത്ത കളർ കണ്ടോ, അടുത്ത കളറും സൂപ്പറായിട്ടുള്ള കളർ കേട്ടോ. ഇതാണ്ട് നിങ്ങൾ ഫോൺ വിളിച്ചോണ്ട് സത്യമായിട്ട് ഇതാണ്ട് നോക്കി നമ്മുടെ ഷാഫി കൊല്ലത്തിൻ്റെ വൈഫ് കേട്ടോ ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. റെജിലാണ്. അതായത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ സിംഗർ എന്നും പറഞ്ഞ് എഴുതിയിട്ടേക്കുന്നുണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടാണ് ഈ കോൾ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് കാണിച്ചതേ ഉള്ളൂ. ഞാനന്നേരം വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ നോക്കുക, അടിപൊളിയായിട്ടുള്ള ഈ ഒരു ജാക്കറ്റൊക്കെ ഭയങ്കര ലുക്കായിരിക്കും തരുന്നത്. അപ്പോൾ ഇത് ആട്ടാ വേണ്ടെങ്കിൽ ഈ ജാക്കറ്റും ഈ ബ്ലാക്ക് ടോപ്പും ബോട്ടോ ആട്ടാ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് അടുത്ത കളർ കാണാം. അടുത്ത കളറുണ്ട്. അടുത്ത ഈ എല്ലാത്തിനും ജാക്കറ്റ് മാത്രമേ ഉള്ള ഡിഫറൻസ്. ഇന്നറും എന്താ പറയുന്ന ബോട്ടവും ഒരേ കളർ തന്നെ, ജാക്കറ്റ് വ്യത്യാസം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സൂപ്പറായിട്ട് ഒരുങ്ങി പോകാൻ പറ്റുന്നതായിട്ട് അടുത്തതാണ്. അടുത്തുണ്ട് ലാസ്റ്റ് കളറാട്ടോ. ഈ പ്രിൻ്റാണ് വേണ്ടെങ്കിൽ ഈ പ്രിൻ്റ് ചൂസ് ചെയ്യാം. ഏത് പ്രിൻ്റ് എടുത്താലും ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഇതിട്ടാലും ഭംഗി, എല്ലാം ഇട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഭംഗി തോന്നില്ലേ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സൈറ്റിലൂടെ പർച്ചേസ് ചെയ്ത് അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.